ഗൈസ്, ഇത് ഇരിക്കുളമുടി വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് കയറി വരുന്നത് കേട്ടോ. ആ ഒരു ഇത് കണ്ടോ, കോൺക്രീറ്റ് റോഡാണ്. വണ്ടി അവിടെ ഇട്ടിട്ട് കുറച്ചും കൂടെ കയറി വരണം. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. മണ്ണിട്ട വഴി കൂടി വേണം ഇങ്ങനെ കയറി വരാൻ. ഇതിലെയാണ് പിന്നെ പോകേണ്ടത്. അപ്പോൾ വണ്ടിയൊക്കെ ഫസ്റ്റിലിട്ട് തന്നെ നല്ല കയറ്റം കയറേണ്ടി വരും. കുറേ ദൂരം ഫസ്റ്റിലിട്ടാണ് കയറി വന്നത്. അപ്പോൾ വണ്ടി നല്ലതായിരിക്കണം കേട്ടോ, എൻജിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ചെറിയ വഴിയാണ്, എന്തായാലും അത്യാവശ്യം റിസ്ക് ഉണ്ട് കേട്ടോ. അതേ സൈഡിലോട്ട് നോക്കി നടന്നില്ലെങ്കിൽ കാലിറ്റി വീണ് അങ്ങോട്ട് പൊക്കോളും താഴത്തോട്ട്. കണ്ടില്ലേ, മുകളിലോട്ട് അതേപോലെ ഫുൾ കാട് പോലെയാണ് കാണുന്നത്. ഹായ് ഗൈസ്, വേണ്ട വഴി ഇതാണ് നമ്മുടെ 3ാമത്തെ സ്ഥലം. തൊടുപുഴയിൽ തൊട്ടടുത്ത് തന്നെ ഒരു 5 കിലോമീറ്റർ സർക്കിളിലാണ് ഈ 3 സ്ഥലങ്ങളും. 6-7 കിലോമീറ്റർ മാക്സിമം, അതിൽ കൂടുതലില്ല. നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് പ്രകാശമൊക്കെ കാണുന്നുണ്ട്. അതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയേക്കാണ് കേട്ടോ. ഇതാണ് വ്യൂ പോയിന്റ് ഗൈസ്. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ആവാത്ത ഏരിയയാണ്, അതുകൊണ്ട് വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. നാച്ചുറലായിട്ടുള്ളതേ ഉള്ളൂ. കണ്ടോ, ഇവിടെ നിന്ന് താഴത്തോട്ട് അവിടെ കുറച്ച് വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, നമുക്ക് ഇവിടെ സൈഡിൽ മറ്റേ ബാരിക്കേഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അധികാരം വരാത്ത ഏരിയ ആണ്. ശനി ഞായറൊക്കെ ഒരു 15-20 വണ്ടി കൂടുതലൊന്നും ഇവിടെ വരാറില്ല എന്നാണ് ഇവിടുത്തെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞത്, അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നോക്കി കണ്ടൊക്കെ വേണം ഇറങ്ങാൻ. ഇവിടെ മന്നവരതേ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. എവിടെ വന്നു കഴിഞ്ഞാലും വെള്ളമടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. അന്ന് അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും പ്ലാസ്റ്റിക് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടേ കളഞ്ഞൂടാ. ഇതിലൊക്കെ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി പോവാം, കുറച്ചൊക്കെ നോക്കിയൊക്കെ ഇറങ്ങാം. ഇതിനൊക്കെയുള്ള വ്യൂ കിട്ടുള്ളൂ കേട്ടോ. അവിടെ ഒരു പാറയുണ്ട്, അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ വേറെ വ്യൂ ആണ്. അങ്ങോട്ടൊക്കെ എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വഴി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ ഉള്ള വഴിയിൽ വന്ന് നിൽക്കുന്നതാണിത്. അപ്പോൾ ഗൈസ് കണ്ട, ഇത് ഫുൾ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇങ്ങനെ പോണത്. വീടുകളുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി പോരണം, എന്നിട്ട് വേണമെങ്കിൽ നടക്കാൻ. എല്ലാതൊക്കെ വന്ന് അത്രേ ഉള്ളൂ. ഇതേമാതിരി കുറേ മരങ്ങൾ വഴിയുടെ വട്ടം വീണ് കിടപ്പുണ്ട്. കാട്ടത്ത് വീണതാണോ എങ്ങനെ വീണതാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടിയും ഇത് ഉള്ളതുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, സ്റ്റെപ്പൊക്കെ വെച്ച് താഴത്തോട്ട് ഇറങ്ങാനും നല്ല അടിപ്പം വ്യൂ പോയിൻ്റൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു റിസോർട്ടാണ്. ഒരാൾക്ക് 800 വെച്ചാണ് വന്നത്. ഏർമാടം കാര്യങ്ങളൊക്കെ 2 ഉണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകാം കേട്ടോ. വണ്ടി അപ്പുറത്തെ കൂടിയൊക്കെ വരുള്ളൂ, നടന്ന് ഇപ്പുറത്തെ കൂടിയേ വരാൻ പറ്റുള്ളൂ. റോഡ് വന്നുള്ളൂ. ഒരു ചെറിയ വീടാണ്, അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാം. ഒരു 6-7 പേർക്കൊക്കെ ഒരു വൈബിന് വേണ്ടി വന്നതല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാലും വെള്ളമടിക്കാനും പറ്റിയ സ്ഥലങ്ങളും രാത്രി ആർമാദിക്കാനും പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. എൻ്റെ ഒരു എന്താ പറയുക, കറക്റ്റായിട്ടുള്ളൊരു വ്യൂ അല്ല. എവിടെ നിന്നാണ് നോക്കാം നമുക്ക്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു വ്യൂ ആണതേ. ഒറ്റപ്പെട്ടൊരു വീട് ഇരിക്കുന്നുണ്ട് അവിടെ. 2 നില 3 നില വീട് കണ്ടെന്ന് കുറേ സ്ഥലമുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ ഒരു സ്ഥലത്തും ബാരിക്കേഡ് ഇല്ല. അങ്ങോട്ടൊക്കെ സാഹസം കാണിക്കാൻ പോയാൽ പോക്കായിരിക്കുള്ളൂ, പിന്നെ അങ്ങോട്ട് തിരിച്ചു വരാൻ ഉണ്ടാവില്ല. ഇങ്ങോട്ട് വേറൊരു വ്യൂ ഉണ്ട്. ഇവിടെ ബാരിക്കേഡൊന്നുമില്ല, നല്ല വ്യൂ ആണ്.
നമ്മൾ വന്നത് അപ്പുറത്തൊരു സ്ഥലത്തായിരുന്നേ. ഓ സെറ്റ് കണ്ട. ഇവിടെ ഒരു കുരിശുണ്ട് എന്തായാലും. കണ്ടാ നല്ല വ്യൂവാ, ഒരു രക്ഷയില്ലാട്ടത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നമ്മുടെ തൊടുപുഴയിൽ വന്നു കഴിഞ്ഞാൽ 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള 3 സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇത് അവസാനം വന്നാൽ മതി. വെയിലില്ലാത്തൊരു സമയം നോക്കി വരുവാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല, ആളെ കിട്ടില്ല, പോയാൽ പോക്കായിരിക്കുള്ളൂ. ഇവിടെ ഒന്നും പാരിക്കേഡ് കെട്ടിയിട്ടില്ല, ഡെവലപ്പ് ചെയ്ത് വന്ന ഏരിയ ആണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് വേണം ഇവിടെ എല്ലാവരും നിൽക്കാൻ കേട്ടോ. കണ്ടോ ഗൈസ്, അപ്പോൾ എന്തായാലും മിസ്സാക്കരുത് കേട്ടോ. ഞാൻ പിന്നെയും പറയണത്, അത്രയും നല്ല വൈബാണ് ഇവിടെ. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ ഗൈസ്? ഹായ് ഗൈസ്, അപ്പോൾ ഞാനിവിടെ നിന്ന് സൈൻ ഓഫ് ചെയ്യാണ്. എന്തായാലും വരുന്നവർ നോക്കിയും കണ്ടും വേണം ഇവിടെ വന്ന് നിൽക്കാൻ. കാരണം ബാരിക്കേഡും കാര്യങ്ങളൊന്നുമില്ല, ഡെവലപ്പായിട്ട് വരുന്നുള്ളൂ. ഞാൻ പിന്നെയും പറയണത്, റിസ്ക് എടുത്ത് അരിയത്തോട്ട് പോകരുത്. ഇവിടെ റിസോർട്ട് നടത്തുന്ന ചേട്ടൻ പറഞ്ഞതാണ്, നോക്കിയും കണ്ടും വേണം നിൽക്കാൻ. കാലങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാരിക്കേഡൊന്നും ഇല്ലാത്തതാണ്, താഴത്തോട്ടേ പോവുള്ളൂ, പിന്നെ ആളെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത്രയും കെയർ ചെയ്തിട്ടാണ് ഈ സൈഡിൽ വന്ന് നിൽക്കാനും പിടിക്കാനൊക്കെ. ഇപ്പോൾ ഞാൻ നിൽക്കണതിൻ്റെ തൊട്ടടുത്ത് ബാരിക്കേഡ് ഇല്ല, ഒത്തിരി നീങ്ങിയാൽ മതി, 1.5 മീറ്റർ മാറിക്കഴിഞ്ഞാൽ താഴെ പോകും. അപ്പോൾ അതുകൊണ്ട് അത്രയും കെയർ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്തൊരു ലൊക്കേഷനിൽ എത്തുന്നത് വരെ ബൈ ബൈ.